എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു അർബൻ ഫ്രീ റൈഡ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ മോനെ ഇരിക്കണ ഇരിപ്പ് നോക്കും, മേരി ജാൻ. ഓഹ്, ഇങ്ങനെ ഒരു ലുക്ക് കാണുമ്പോൾ എങ്ങനെ എടുത്ത് ഓടിക്കാണ്ടിരിക്കാൻ തോന്നാം. ഇന്ന് ചെറിയൊരു അർബൻ ഫ്രീ റൈഡ് വീഡിയോ ആണ്. സത്യം പറയുകയാണെങ്കിൽ 2 ആഴ്ചയായി നമ്മൾ ഇങ്ങനെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് എടുത്ത് ഇറങ്ങിയിട്ട് കേട്ടോ. മറ്റേതുമേ ആയിരുന്നു ഇലക്ട്രിക് സൈക്കിളുമേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്യാറുണ്ടായിരുന്നത്. സോ ഇന്ന് ആക്ച്വലി ഞാൻ കുറച്ച് സ്പോട്ടുകളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ടൊന്ന് കറങ്ങാം. തൃശ്ശൂർ സത്യം പറയുകയാണെങ്കിൽ ഒന്ന് കറങ്ങണം കേട്ടോ. തൃശ്ശൂർ പോയിട്ട് കുറച്ചധികം നാളായിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ഓരോരോ സ്പോട്ടുകളായിട്ട് നമുക്ക് കവർ ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ ഹൈലൈറ്റ് മാൾ എന്ന് പറഞ്ഞിട്ടൊരു മാൾ വരാൻ പോകുന്നുണ്ട് കേട്ടോ. ഹൈലൈറ്റ് മാൾ എന്നാണ് പേര്. ഇതാണ് സംഭവം വരുന്നത്. ആക്ച്വലി ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ട്രാക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി നോക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്കുള്ള എങ്ങനെ കയറാൻ ഇറങ്ങാമെന്നൊന്നും എനിക്ക് അറിയുന്നില്ല. ഇതാണ് ഇവിടെ വരാൻ പോണ പുതിയ ഹൈലൈറ്റ് മാൾ കേട്ടോ. അപ്പോൾ സെക്യൂരിറ്റി അടിപൊളി സെക്യൂരിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. ആള് കാണുന്നതിനെക്കാട്ടും പിന്നെ ഒന്ന് കയറി കണ്ട് കളയാനാണ് എൻ്റെ പ്ലാൻ വരുന്നത്. ഇതിന് 2 എൻട്രൻസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇത് സൈഡിൽ കുട്ടനെല്ലൂരാണ് ഇത് വരാൻ പോണത്. അപ്പോൾ സെക്യൂരിറ്റിക്കാരൻ നിൽക്കുന്നുണ്ട് അവിടെ. അതിനെക്കാട്ടും മുന്നേ സൈഡിൽ കൂടെ എങ്ങാനും കയറാൻ പറ്റുമോ നോക്കി നോക്കണം. മാളിൻ്റെ ഉള്ളിൽ കൂടെ കഴിച്ച് വേണ്ട, നമുക്ക് അപ്പുറത്തിൽ കൂടെ കയറാം. അതാകുമ്പോൾ സെക്യൂരിറ്റിക്കാരൻ കാണാനുള്ള ചാൻസ് ഇല്ല കഴിച്ച്. മോനെ പുതിയ മാളാണ് കേട്ടോ. മാള് വരാൻ പോകണുള്ളൂ ഇവിടെ. അതിനെക്കാട്ടും മുന്നേ സീറ്റൊന്ന് താത്തി വയ്ക്കാം. എന്നാ തുടങ്ങണേന്നൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയൊന്നുമില്ല കേട്ടോ. മാളിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കി നോക്കാം. നൈസ്. ഇത് സ്റ്റാർട്ട് ചെയ്യണുള്ള മാള്. എൻ്റെ മോനെ അടിപൊളി ഉണ്ടല്ലോ. ഓരോന്ന് വരണുള്ളൂ കേട്ടോ. കാട്ടിത്തരാം. ഇതാണ് ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലത്തെ ഭാഗം കേട്ടോ. നൈസ് അടിപൊളി. നമുക്ക് സ്റ്റെയേഴ്സൊക്കെ ഉണ്ടല്ലോ. സ്റ്റെയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ അവിടുത്തെ പോലെയാണ് കേട്ടോ. എസ്കലേറ്ററും കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. സെക്യൂരിറ്റിയുടെ ബാക്കിൽ കൂടെ പോകട്ടോ. സെക്യൂരിറ്റിക്കാരെ കണ്ടിട്ട് എനിക്ക് അതിൻ്റെ ഉള്ളിൽ അധികം സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അതിൻ്റെ ഉള്ളിൽ പണി നടക്കണുള്ളൂ. കൊള്ളാം. പുതിയത് വരാൻ പോണതാണ് കുട്ടനെല്ലൂർ ആ സൈഡിൽ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുറച്ച് സ്പോട്ടുകൾ നമ്മുടെ യൂഷ്വൽ വാമപ്പ് പോലെ ചെയ്യാം. ഇപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ട് ഏകദേശം കുറച്ചായിട്ടുണ്ട് കേട്ടോ. അതെ ഗൈസ്, ഇത് തന്നെയാണ് കേട്ടോ ലൊക്കേഷൻ വരണ. വഴി തന്നെയാണ് വരണേ. കുഴി കുഴി സ്ലാബ് പൊട്ടി കിടക്കണം അവിടെ. ഞാൻ കണ്ടില്ല. ഓ, ഇത് ഷോർട്ട് കട്ട് അല്ല കേട്ടോ. നമ്മൾ നേരെ ഹൈവേയിലേക്ക് കിടന്ന് കുട്ടനെല്ലൂർ കോളേജ് വഴി ഒരു വഴി ഉണ്ടായിരുന്നു. എന്തോരം അടുത്തേക്ക് കൂടെ പോയാൽ വേണ്ടി നോക്ക്. വെറുതെ ടാറൊക്കെ കൊണ്ടിട്ടുണ്ടല്ലോ ഇവിടെ. അത് കുഴിയോ നോക്കാം. എൻ്റെ മോനെ നൈസ് റാമ്പാണല്ലോ മാൻ. ഇത് ആക്ച്വലി ടാറാണ് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് വന്നിട്ട് നോക്കി നോക്കാം. ഓക്കെ, ആംബുലൻസ് പോയി മേലേക്കൊന്ന് കയറ്റി നോക്കാം. പഠിച്ചോലെ വേണ്ട വേണ്ട മണ്ടത്തര പോയി വേണ്ട. കുഴിയുണ്ട്, അത് മേലത്തെ ഭാഗം കുഴിയുണ്ട് കേട്ടോ. ഞാൻ കാട്ടിത്തരാം. ഇൻ കേസ്
വിശ്വാസമാവുന്നില്ലെങ്കിൽ എന്താ കുഴിഞ്ഞു നോക്കണമെന്നുണ്ടോ? നമ്മൾ ഉദ്ദേശിച്ച ടാറല്ല അത്, എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട കൂട്ടിയിട്ടിരിക്കുന്ന ടാറല്ല അത്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്ക് 58 സെക്കൻഡ്, ഒരു മിനിറ്റ് ഉണ്ട് ഗൈസ്. സിഗ്നലാണ്. ഞാൻ ഇപ്പോൾ ഉപയോഗിക്കണ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കണ സാധനം കണ്ടോ, ഇതാണ് കേട്ടോ. ഇത് ആക്ച്വലി കുറേ കാലം കൂടിയിട്ട് വേണമെന്ന് വിചാരിച്ചൊരു സംഭവമാണ്. ആദ്യത്തെ വെള്ളം തുപ്പി കളയാനട്ടാ, പൊടി മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ. മോനെ ഞാൻ തണുത്ത വെള്ളം ബാഗിലാക്കിയിട്ട് വെച്ചിരിക്കണം കേട്ടോ. 2 ലിറ്റർ തണുത്ത വെള്ളം ആ ബാഗിൽ നിന്ന് ഇട്ട ട്യൂബാണ് ഈ ട്യൂബ് ഗൈസ്. ഈ ട്യൂബ് 17 സെക്കൻഡ് അപ്പുറത്തേക്ക് കിടക്കണം, നമുക്ക് ക്രോസ് ചെയ്യണം. വണ്ടി ചിലപ്പോൾ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യാനുള്ളതാവും കേട്ടോ. ഇവിടെ നിർത്തിയിട്ട് നോക്കട്ടെ ഗൈസ്. നമ്മളങ്ങനെ ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്ത് ഇപ്പോൾ നമ്മൾ നടത്തറ പള്ളിയുടെ വഴിയാണ് കേട്ടുള്ളത്. ഇവിടെ ഞാൻ പണ്ട് നമ്മുടെ മാരന്മ തന്നെയാതുകൊണ്ട് മിക്കിയുടെ ഒപ്പം വന്നത് ഗൈസ്. മിക്കിയുടെ ഒപ്പം ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഫ്രണ്ടിലത്തെ ഇതില്ലേ, ഇവിടെ നിന്ന് ചെറിയൊരു ജമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ചേച്ചിയുടെ കല്യാണം നടന്ന പള്ളിയും കൂടി കേട്ടോ. അങ്ങനെ ഒരു ഓർമ്മയും ഈ പള്ളിയുമായി എനിക്ക് ഉണ്ട് ഗൈസ്. ഇപ്പുറത്ത് ഗ്രൗണ്ടാണ്, ഇപ്പുറത്ത് ഗ്രൗണ്ടാ, ചെറിയൊരു ഗ്രൗണ്ട്, ഒരു മാറ്റമില്ല. ഇവിടെ ഒരു മോനെ പൊളിച്ച് അതെന്തായാലും നൈസായിട്ടാ. കുറേ കാലമായി ജമ്പൊന്ന് ചെയ്തിട്ടാ. എനിക്കത് ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യാനായിരുന്നു താല്പര്യം, പക്ഷേ ഒറ്റ സ്ട്രെച്ചിൽ കിട്ടില്ല ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില്ലാതെ കേട്ടോ, പെടല് സ്റ്റെപ്പും തട്ടാണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇതിൽ കൂടെ ഒന്ന് വെള്ളം പോകണേ, ഇവിടെ എന്തെങ്കിലും ഇതുണ്ടാവുമോ? ഇതിൽ കൂടെ വെള്ളം പോകുന്നുണ്ട് കേട്ടോ. കനാലിൽ കൂടെ ഏതെങ്കിലും ഒരു ഇത് തുറന്നിട്ടിട്ടുണ്ടാവും. അതിലെന്താ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഫണ്ടേ ആയിട്ട് അവരും ആഘോഷിക്കുകയാണ്. ഒന്ന് ഉച്ച തിരിഞ്ഞ് കുർബാന ഉണ്ട് തോന്നുന്നുണ്ട്. ആൾക്കാർ കുർബാനയ്ക്ക് കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് യൂട്ടേൺ എടുക്കാം കേസ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സർക്കിൾ ചെയ്യാം കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ട് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചങ്ക് കട്ട ഫോളോവേഴ്സിന് വേണ്ടിയിട്ടാണ്. നിങ്ങളും കൂടി ഈ കാര്യം അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്, കാരണം നമ്മളെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ചങ്ക് ഫോളോവേഴ്സ് മാത്രമേ ഇത്രയും കണ്ടെത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് എന്ത് പരിപാടിയാണ് എന്നൊക്കെ തോന്നാൻ ചാൻസസ് കൂടുതലാണ്. ഇങ്ങനത്തെ ഒരു സ്പോർട്സും കാര്യങ്ങളൊക്കെ തുടക്കം തൊട്ട് അറിയണവർക്ക് അറിയാൻ കഴിച്ചു, അത്ര തന്നെ. സോ ഇവിടെ ഒരു ടിപ്പർ പോയതാ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ഇവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ കുറച്ച് വീഡിയോസാണ്, അവസാനഘട്ട വീഡിയോസാണ് നമ്മൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കുറച്ച് വീഡിയോസ് കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോകണ കേസ് ഒരു ഇൻ്റർനാഷണൽ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അതിൻ്റെ മെയിൻ ഘട്ടങ്ങളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഞാൻ ഇതുവരെ എനിക്ക് ഒറ്റൊരു ഇതുണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും ഈ ഒരു സ്പോർട്സ് കുറച്ച് പോപ്പുലറായി എടുക്കുക, അതിനോട് കുറച്ച് ആൾക്കാരെ ഇഷ്ടം വരുത്തുക, അങ്ങനത്തെ കുറച്ചുകൾ ഇതായിരുന്നു. അപ്പോൾ നമ്മൾ പോവുകയാണ്. എനിക്ക് പറയാൻ നല്ല വിഷമമുണ്ട്. പുറത്തേക്കാണ് പോണത്, നമ്മുടെ ബൈക്കും കൊണ്ടാണ് പോണത്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ എനിക്ക് തോന്നുന്നത് ഈ മാസം ഇത് മാർച്ചിലാണ് ഷൂട്ട് ചെയ്യണത്. ഏപ്രിൽ മാസം അവസാനത്തോടു കൂടി നമ്മൾ ഒറ്റ പോക്ക് പോകും ഗൈസ്. സോ അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് തരാം, ഓരോ വീഡിയോസ് ആയിട്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ എപ്പോഴും കൂടെ നിൽക്കുന്ന ചങ്ക് ഫോളോവേഴ്സിനോട് മാത്രം പറഞ്ഞതാണ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. സോ അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു ഈ ഗ്യാപ്പിൽ. ഞാൻ ആരെയാ വിളിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? ദൈവേ, നമ്പർ കാണാനില്ലല്ലോ. വിളിച്ചു നോക്കി നോക്കാം കേട്ടോ അവനെ.
അവനെ കുറേ പേര് വീഡിയോയിൽ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ ഞാൻ. സോ അവനൊന്ന് വിളിച്ചു നോക്കി നോക്കാം. സോ ഗൈസ്, ഇനി നമുക്ക് നേരെ തൃശ്ശൂർക്ക് പോകാം കേട്ടോ. തൃശ്ശൂർക്ക് ഇവിടെ നിന്നൊരു ഷോർട്ട് കട്ട് ഞാൻ കണ്ടിരുന്നു. അത് ഏത് റൂട്ടാണെന്ന് എനിക്കറിയില്ലേ. ഇതിൽ കൂടെ ചാടണം ഇനി. വേണ്ട ഗൈസ്, അവിടെ ചാടാൻ മണ്ണില്ല. ഇതിൽ കൂടെ തന്നെ ഗൈസ്, ഈ വഴി തന്നെ നമ്മുടെ മിക്കിയുടെ വീടിൻ്റെ മുന്നിൽ കൂടെയുള്ള ചെറിയൊരു വഴിയാണ് കേട്ടോ. അത് ഇവിടെ ഇത്ര വലിയ ഗ്രൗണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാ ഈ വഴി വരണം കേട്ടാ. എനിക്കറിയില്ല ഈ വഴി ഇതിൽ കൂടെ ക്രോസ് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഈ വഴി വന്ന സ്ഥിതിക്ക് നമ്മുടെ പമ്പ് ട്രാക്ക് കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോവാട്ടാ. ബ്രോ, ചെറിയൊരു അത് വലിയൊരു ജമ്പായിരുന്നു. ഫ്രണ്ട് ഭംഗി വീഡിയോയിൽ എത്രത്തോളം ഉണ്ടാവും അറിയില്ല. നമുക്ക് ആ ഒരു ഫീല് കിട്ടും, അത്ര തന്നെ ഉള്ളൂട്ടാ ഞാൻ ഈ ജമ്പെന്ന് ഉദ്ദേശിക്കുമ്പോൾ. ട്രാപ്ഡ് അഗൈൻ. ഇവിടെ എന്താ പൈപ്പിൻ്റെ വർക്ക് നടക്കുക. അല്ല ഈ ഭാഗത്തോരനെ ഉണ്ടായിരുന്നു. ചേടാ നമുക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാട്ടാ. ഇൻ കേസ് ആരെങ്കിലും നമ്മുടെ കോട്ടയംകാർ, എക്സ്പെഷ്യലി കോട്ടയംകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ റൗണ്ട് അബൌട്ട് തൃശ്ശൂരുള്ള ഈ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ടല്ലോ, ഇത് ആക്ച്വലി AC ആക്കാൻ പോകട്ടോ എന്നാണ് ഞാൻ കേട്ടത്. അതിപ്പോൾ കണ്ടറിയേണ്ടി വരും, അറിയില്ല, കണ്ടറിയേണ്ടി വരും കേട്ടോ. AC ആക്കാൻ പോവാണെന്നുള്ളത് ഫുള്ള് ക്ലോസ്ഡ് ആണത്, ക്ലോസ് ചെയ്തിട്ടിട്ടുണ്ട്. AC ആക്കാനുള്ളത് തന്നെ ആയിരിക്കണം, അല്ലാണ്ട് ഇപ്പോൾ അത് റിനോവേഷൻ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളിപ്പോൾ റൗണ്ടിലേക്ക് കയറാൻ പോവാ. അങ്ങനെ ഫൈനലി നമ്മൾ റൗണ്ടിലേക്ക് എൻ്റർ ആയിട്ടാ. ഇവിടെ ആക്ച്വലി അത്യാവശ്യത്തിന് തിരക്കുണ്ട്, ഞായറാഴ്ചയാണ്. പിന്നെ കുറേ സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഞാൻ മാത്രമാണ് സൈക്കിളിൽ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ഞായറാഴ്ച ഈ സമയത്തൊക്കെ പോയോ. ഇവിടുന്ന് ഇപ്പോൾ വിട്ടിട്ടുള്ളതല്ല. ഞാൻ ആക്ച്വലി വ്യാഴാഴ്ച, അടുത്ത വ്യാഴാഴ്ച 28-ാം തീയതിയാണ് ആടുജീവിതത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട് ടിക്കറ്റ്. ഇന്ന് ഉച്ചയ്ക്ക് പോയി എടുത്തു കഴിച്ചു. എനിക്കും അനിയനും എടുത്തിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ റൗണ്ടിലേക്ക് എൻ്റർ ആയിരിക്കുകയാണ്. എത്ര പേര് തൃശ്ശൂർ റൗണ്ട് എല്ലാവരും പിന്നെ കണ്ടിട്ടുണ്ടാവും. നോക്കട്ടെ, ഇതാ പോകുന്ന ഒരു ആന. എവിടെയോടത്തും പൂരം ഉണ്ടാവാമോ ഈ അടുത്ത് അറിയില്ല. ആനേനെ കൊണ്ട് പോകുന്നുണ്ട്. നേരെ MG റോഡിലേക്ക് തിരിയാനാണ് കേട്ടോ. ഏതാ ആനാന്നിങ്ങനെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ആനപ്രാന്തന്മാരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യോ. ആനയുടെ കുണ്ടി കാട്ടിയിട്ട് എങ്ങനെ സ്പോട്ട് ചെയ്യാനാണുള്ളത്. ആനയുടെ മുൻഭാഗം. ഓക്കെ, ആന അങ്ങോട്ട് തിരിഞ്ഞു നോക്കോട്ടെ. നമുക്ക് നേരെയാണ് പോകേണ്ടത്. എന്നാണ് നമുക്ക് പാർക്ക് കാര്യങ്ങളൊക്കെ വരാമെന്ന് എനിക്കറിയില്ല. തൽക്കാലം നമുക്ക് പിള്ളേരുടെ പാർക്കിലേക്ക് കയറാം കേട്ടോ. ഇവിടെ ടിക്കറ്റ് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് പൈസ പാർക്കിൻ്റെ ഉള്ളിൽ കയറാൻ ചിലപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും കേട്ടോ. സബ്സ്ക്രൈബേഴ്സിന് സ്പോട്ട് ചെയ്യാൻ പറ്റും, നോക്കി നോക്കാം. പാർക്കിൽ കയറി ഫുള്ള് ക്രൗഡഡാണ് കേട്ടോ. സോ ഇവിടെ കുറേ ആൾക്കാരുണ്ട്. പഴയ ഊഞ്ഞാലും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നൊക്ലാച്ചി അടിക്കണേ, നൊക്ലാച്ചിയാ. നമുക്ക് ഇതിൽ കൂടെ പയ്യെ റൈഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ അങ്ങനെ സെക്യൂരിറ്റി ഒന്ന് പിടിച്ച് പുറത്താക്കണ സീനില്ലാന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. ഞാൻ പിന്നെ ഉള്ളിൽ കൂടെ റൈഡ് ചെയ്യുന്നുണ്ട്. പിള്ളേരുകളൊക്കെ ഇതുകൾ ഇവരൊക്കെയാണ് ഭാവി വാഗ്ദാനങ്ങൾ. അതിൻ്റെ മേലക്കൂടെ ചാടി മറയിലും കാര്യങ്ങളൊക്കെ കേട്ടോ. അതിൻ്റെ മേലക്കൂടെ ഓടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് പയ്യെ അങ്ങനെ റൗണ്ട് അടിക്കാം. അങ്ങനെ സെക്യൂരിറ്റിയും കാര്യങ്ങളായിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ ഫുട്പാത്തിൽ കൂടെയാണ് ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സാധനം കണ്ട ഇങ്ങനെ കിടന്ന് കറങ്ങണത്, അതെന്താ സംഭവമാണോ കളിക്കാൻ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതെന്താ കറക്കാൻ
വണ്ടി ഓടിക്കാനുള്ളതാണ്, എനിക്കറിയില്ല. നോക്കിയോട്ടെ, നോക്കി ഇങ്ങനൊരു സാധനം കേട്ടോ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതൊന്നൊരു സംഭവം, എന്താ ഉദ്ദേശം? ഡ്രൈവിങ് പഠിക്കാനാണ് ഈ പിള്ളേർക്ക്. 2 ഇതുണ്ട്, ഈ സാധനം ഉണ്ട്, നിലത്തൊന്നുമില്ല. എന്ത് ഉദ്ദേശമാണോ ഇതിൻ്റെ? നമുക്കാരും ഇതുവരെ സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടാ. അല്ലെങ്കിൽ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ കുറേ പിള്ളേർ ഉണ്ടാവേണ്ടതാണ്. നമുക്ക് ഇനി അതിൻ്റെ മേലെ കൂടെ കയറാം കേട്ടോ. ഓ, ഇവിടെ സ്റ്റെപ്പാണല്ലോ. ഇതിൽ കൂടെ കയറിയിട്ട് സ്റ്റെപ്പാണ്, ഇതിൽ കൂടെ കയറിയിട്ട് നമുക്ക് ഇറങ്ങാം കേട്ടോ. എൻ്റെ പുതിയൊരു അറിവുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ സൈക്കിളോട്ടാണ്. ആരും ഇതുവരെ പിടിച്ച് പുറത്താക്കിയിട്ടില്ല. അതിനർത്ഥം ചവിട്ടാൻ പറ്റുന്നതാണ് പാർക്കിൻ്റെ ഉള്ളിൽ കൂടെ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചവിട്ടാൻ മാത്രം പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്നാലും വെറുതെ ഒന്ന് ചവിട്ടാം, അത്രേ ഉള്ളൂ. വേറെ കുറേ വഴികളുണ്ടല്ലോ. ഏതൊക്കെ വഴികളുണ്ട് ഗൈസ്? നോക്കട്ടെ. നമുക്ക് ആക്ച്വലി പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇവിടെ ആക്ച്വലി വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പയ്യെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം ഗൈസ്. കുറേ ഇതുകളുണ്ടാ കാണാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒന്ന് ചില്ല് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. പക്ഷെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ കൂടുതലും കവിതാക്കളാണ് ഗൈസ്. നമ്മൾ ഈ സൈക്കിളും കൊണ്ട് വന്നിട്ട് മോനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് പയ്യെ ഇവിടെ നിന്ന് ഫുള്ള് തെറിക്കാം. ഇവിടെ ഫുള്ള് പിള്ളേരുകളും അങ്ങനെ കുറേ ഇതുകളും കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് കളി ചിരി മയാണ് എല്ലാവരും. പണ്ട് ഇവിടേക്കൊക്കെ വരാൻ എന്തോരം കരഞ്ഞിട്ടുണ്ടെന്നറിയോ? പാർക്കിലേക്ക് കൊണ്ടുപോകാൻ ഒഴുകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണ്. നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. സൈക്കിളുകൾ ആൾക്കാർ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന ഒരു ഡൗട്ട് എനിക്ക് ഇല്ലാതില്ല. എല്ലാവരും നമ്മളെ തന്നെ നോക്കുന്നുണ്ട് ഗൈസ്. ഞാൻ പണ്ട് ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഇവരുടെ ഒരു റൈഡ് ഉണ്ടായിരുന്നു തൃശ്ശൂർ കോർപ്പറേഷൻ്റെ. ആ സമയത്ത് നമ്മൾ അതിൻ്റെ മേലെന്ന് ആക്ച്വലി ചെയ്യാൻ ഇറക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ഭയങ്കര ടോപ്പിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് അറിയില്ല. ആ ഒഴുകണ സാധനമല്ലേ ആ സാധനം. നൈസ് ഗൈസ്. നമുക്ക് പയ്യെ നേരെ പോയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ വന്നെത്തും തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വഴി ഇവരുടെ ഒരു റൈഡിൻ്റെ ഭാഗമായിട്ട് ഇവിടേക്ക് വന്നതാണ്. പിന്നെ ഞാൻ ഇവിടേക്ക് വന്നിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. കുറേ കാലങ്ങൾക്ക് ശേഷം ഫസ്റ്റ് ടൈമാണ് വരണത്. നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയില്ലേ, ചാടിച്ചില്ലേ, അവിടേക്കാണ് എത്തും തോന്നുന്നുണ്ട്. നോക്കാം. ചിൽഡ്രൻസ് തൃശ്ശൂർ കോർപ്പറേഷൻ ചിൽഡ്രൻസ് ലൈബ്രറി ഇങ്ങനൊരു സംഭവമുണ്ട്. പക്ഷേ ആരും വരാറില്ല, ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് എല്ലാവരും പുറത്താണ് ഇരിക്കണേ. ഞാൻ ആരും കണ്ടില്ലല്ലോ എന്ന് പറയാൻ നിൽക്കുമായിരുന്നു. ഒരാളെ കണ്ട് ഭാഗ്യം, അല്ലെങ്കിൽ നമ്മൾ ചമ്മി പോയേനെ. പിന്നെ എന്തെങ്കിലും വിശേഷം? ഞാൻ കുറച്ച് നേരം ചില്ല് ചെയ്യട്ടെ, എന്നിട്ട് വരാം. നമ്മുടെ ഞാൻ പ്ലസ് 1 പ്ലസ് 2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തായിരുന്നു കേട്ടോ. അപ്പോൾ അവനായിട്ട് പരിചയം പുതുക്കിയതാണ്. വേറെ ഒന്നല്ല, അതെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെ ദൈവേ, നമ്മളോട് പാല അങ്ങനെയൊക്കെ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ പറയണ സമയത്ത് നമ്മൾ പൊട്ടം കളിക്കണം ഗൈസ്. പൊട്ടം കളി എന്ന് പറയും. എപ്പോ, എന്ന്, എങ്ങനെ, ശരിക്കും. അപ്പം അവർക്കൊരു സമാധാനവും നമുക്കൊരു സമാധാനവും. പാർക്കിൽ സൈക്കിൾ കയറ്റാൻ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ അങ്ങനെ പരിചയം പുതുക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ച. എക്സ്ക്യൂസ് മീ, താങ്ക് യു. അപ്പോൾ അങ്ങനെ പരിചയം പുതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിർത്തിയിട്ടാ. കുറേ കാലമായി അവനെയൊക്കെ
കണ്ടിട്ട്. ഓ സെക്യൂരിറ്റി വാതിക്ക തന്നെയുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ചതാ. എക്സിബിഷൻ തുടങ്ങാറായിട്ട്. ഇത് എക്സിബിഷൻ്റെ ആക്ച്വലി ബോർഡ് കവറിങ് ആണ് ഈ കാണുന്നത് കേട്ടോ. എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യാറായി. എക്സിബിഷനല്ല, അതിനെക്കാട്ടുള്ളത് പൂരം, തൃശ്ശൂർ പൂരം തുടങ്ങാറായി. അതിൻ്റെ ഒരുക്കങ്ങളാണ് എക്സിബിഷൻ ആദ്യത്തെ ഇത് കാണുന്നത്. ഞാൻ കാട്ടുതരാം. ഇതിൻ്റെ മുന്നിൽ വല്ലതും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. ആ പണ്ടത്തെ പോലത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെ കേട്ടോ. ഓപ്പണായി വരണുള്ളൂ. അവിടെ എന്തായാലും നോക്കിക്കണേ. ആ നേരത്തെ പോയ ആന ആ അമ്പലത്തിൻ്റെ മുന്നിലുണ്ട് കേട്ടോ. നേരത്തെ ഒരു ആനേനെ കണ്ടില്ലേ, ആ ആന അതിൻ്റെ മുന്നിലുണ്ട്. സോ ഇതാണ് എക്സിബിഷൻ സ്റ്റാൾ. പരിപാടി തുടങ്ങണേക്കാട്ടും പിന്നെ ആദ്യം എല്ലാവരും സെക്യൂരിറ്റിക്കാരനാണല്ലോ വയ്ക്കണേ. തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല കേട്ടോ. അറിയണവർ താഴെ കമൻറ്റ്. എന്തോ ഫങ്ഷനും കാര്യങ്ങളും നടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. എക്സിബിഷൻ്റെ സ്റ്റാർട്ടിങ് അങ്ങനെ വല്ലതായിരിക്കും കേട്ടോ, ഐഡിയ ഇല്ല. തുടങ്ങിയത് എക്സിബിഷൻ ഇല്ലല്ലോ? സ്റ്റാർട്ട് ഇന്നാണോ? ആ ഇന്നാണ് കേട്ടോ. ഇന്നാണ് എക്സിബിഷൻ തുടങ്ങണ ദിവസം. അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം അങ്ങനത്തെ വല്ല പരിപാടികളായിരിക്കും. ആ എല്ലാവരും ഉണ്ടല്ലോ, മേയർ, പോലീസ് വണ്ടി എല്ലാവരും ഉണ്ട്. സോ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 4 മണിക്ക് തുടങ്ങിയ റൈഡായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം 6:30 ഞാൻ കാട്ടിൽ എത്ര മണിക്കൂർ റൈഡ് ചെയ്തു. എത്ര മണിക്കൂർ ടോട്ടൽ ടൈം 1.5 മണിക്കൂറാണ് റൈഡ് ചെയ്തത് കേട്ടോ. 1.5 മണിക്കൂറാണ്. അപ്പോൾ ഞാൻ 5 മണിക്കാണ് റൈഡ് തുടങ്ങിയത്. അറിയില്ല, 1.5 മണിക്കൂറാണ് ടൈം കാട്ടുന്നത്. 17 ആവറേജ് ഡിസ്റ്റൻസ്, 21 കിലോമീറ്റർ ഓടിയല്ലേ. ഓ ഡാർക്ക്. നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത് കേട്ടോ. ശരിക്കും ഒരു സർക്കിളാണ് ഇത് അടിച്ചിട്ടുണ്ടായിരുന്നത്. ബൈക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ കുറച്ചധികം നാളായിട്ട് നമ്മൾ അർബൻ ഫ്രീ റൈഡായിട്ട് കൂട്ടണ്ട, ചുമ്മാ ഒരു റൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി തുടങ്ങിയിട്ട് കുറച്ച് ഇതായി. നമ്മൾ വയനാട് കഴിഞ്ഞ് പിന്നെ ബൈക്കും കാര്യങ്ങളും കുറച്ച് കംപ്ലൈൻ്റ് ആയിട്ട് ഫുള്ള് ഇതായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വാങ്ങിയ പുതിയ ബാക്ക് പാക്കാണ്, ഹൈഡ്രേഷൻ ബാഗാണ് ഇത്. ആക്ച്വലി ഞാൻ തണുത്ത വെള്ളമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. 4000 രൂപയുടെ ബാഗാണ് ഗൈസ്. 4000 രൂപയുടെ എനിക്ക് ഓഫറിൽ 2000 സംതിങ് ആ ഒരു പ്രൈസിൽ കിട്ടിയിട്ടാണ്. നോക്കി കയ്യിൽ വെള്ളം കണ്ട, തണുത്ത വെള്ളം. ഇതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാഡർ ഉണ്ട്, ബ്ലാഡറിൽ നിറച്ച് വെച്ചിരിക്കാനായിരുന്നു കേട്ടോ. സംഭവം കൊള്ളാം. ഇവിടെ നിന്ന് സക്ക് ചെയ്ത് കുടിക്കാം. നമ്മുടെ അടുത്ത വലിയ ട്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, പുറത്തേക്ക് പോകാനുള്ള ഒരു പ്ലാനിലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളൊരു ഈ ബാഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. സ്റ്റേ ട്യൂൺ ഫോർ കിടിലൻ വ്ളോഗ് വീഡിയോ. സൈക്കിളിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, MTB ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ചെറിയ വ്ളോഗ് വല്ലപ്പോഴും വരും നമ്മുടെ ചാനലിൽ. ഫുള്ള് സൈക്കിളായിരിക്കില്ല. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് ഗൈസ്. സ്റ്റേ ട്യൂൺ. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.